ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നീക്കം ചെയ്ത ഭാഗങ്ങൾ ഇന്ന് പുറത്തേക്ക് വിടില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഉത്തരവ് ഇന്ന് ഉണ്ടാകില്ല എന്ന് കേൾക്കുന്നു. അതായത് ഇത് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മാനസ ചേരുകയാണ്. മാനസ, അതായത് ഈ നീക്കം ചെയ്ത ഭാഗങ്ങൾ പുറത്തു വിടുന്നതിനുള്ള ഉത്തരവ് ഇന്നുണ്ടാകുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഈ ഭാഗങ്ങൾ ഇന്ന് പുറത്ത് വിടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ പുറത്തു വിടുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇന്നുണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നു. പുറത്തു വിടരുതെന്നാണ് പരാതിയിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. 49 മുതൽ 53 വരെയുള്ള ഭാഗങ്ങൾ, പേജുകൾ പുറത്തുവിടുമെന്നായിരുന്നു. പുറത്തുവിടുന്നതിനുള്ള ഉത്തരവ് ഇന്നുണ്ടാകുമെന്നായിരുന്നു നമുക്ക് നേരത്തെ ലഭ്യമായിരുന്ന വിവരം. വിവരാവകാശ കമ്മീഷൻ ആ ഉത്തരവ് ഇന്ന് നടത്തുമെന്നായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു ഉത്തരവ് ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. കാരണം ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ ഭാഗങ്ങൾ പുറത്തു വിടരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി ലഭിച്ചിരിക്കുകയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ തീരുമാനത്തിലേക്ക് കമ്മീഷൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഒഴിവാക്കിയിരുന്നു. അതിനുശേഷമുള്ളത് സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒഴിവാക്കാം, വ്യക്തിഗത വിവരങ്ങളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒഴിവാക്കാം എന്നൊരു ക്ലോസും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഉത്തരവിൻ്റെ മറവിൽ, ഈ ഒരു നിർദ്ദേശത്തിൻ്റെ മറവിൽ ഏകദേശം 101 പാരഗ്രാഫുകൾ സർക്കാർ സ്വമേധയാ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 101 പാരഗ്രാഫുകൾ ഒഴിവാക്കിയ ശേഷം നിങ്ങൾക്ക് റിപ്പോർട്ട് തരുമെന്ന് പറഞ്ഞ് 233 പേജുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്നതും. അതിൽ 3 രൂപ വെച്ച് അടച്ച ശേഷം നിങ്ങൾ റെസിപ്റ്റും കൊണ്ട് വരണമെന്ന് പറഞ്ഞു. പക്ഷേ നടി രഞ്ജിനിയുടെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട നടി രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ സർക്കാരിൻ്റെ ഒഴിവാക്കൽ പട്ടികയിൽ ഇല്ലാതിരുന്ന പേജുകൾ 11 പേജുകൾ, അതായത് 49 മുതൽ 53 വരെയുള്ള പേജുകളിലെ 11 പാരഗ്രാഫുകൾ അപേക്ഷകരായി ഞങ്ങളെ അറിയിക്കാതെ ഒരു സർക്കാർ ഈ വിവരാവകാശ കമ്മീഷൻ്റെ പോലും ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഞങ്ങളെ അറിയിക്കാതെ ഇവർ ഒഴിവാക്കുകയായിരുന്നു. അങ്ങനെയാണ് അപ്പീൽ പോകുന്നത്. അനിൽ, ഇപ്പോഴും വിവരാവകാശ കമ്മീഷനെ സമീപിച്ചപ്പോൾ ഇത് ഏത് തരം പരാതിയാണ്, എന്ത് പരാതിയാണെന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു? അല്ല, അപ്പോൾ അന്ന് ഈ പറയുന്ന ഹിയറിംഗ് വെച്ചു. അന്ന് നമ്മുടെ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഉദ്യോഗസ്ഥ സുഭാഷിണി മേഡം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അപ്പീൽ അധികാരിയായ സന്തോഷ് സാർ ഉണ്ടായിരുന്നു. അന്ന് കമ്മീഷനെ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളിത് അപേക്ഷകരെ അറിയിക്കാതെ ഒഴിവാക്കിയതെന്ന്. അപ്പോൾ അന്ന് അവർ പറഞ്ഞത് നിങ്ങൾ നൽകാൻ കഴിയില്ല, പക്ഷേ വേണമെങ്കിൽ അപേക്ഷകരോട് മാപ്പ് പറയാം എന്നാണ് സർക്കാർ പറഞ്ഞത്. അപ്പോൾ അന്ന് കമ്മീഷൻ ആ നിർദ്ദേശം തള്ളി, മാപ്പ് പറയേണ്ട. അപ്പോൾ ഞങ്ങളുടെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് 11 പാരഗ്രാഫുകളിൽ വ്യക്തിഗത വിവരങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കോട്ടെ, ഞങ്ങൾക്കത് ആവശ്യമില്ല. പക്ഷേ സർക്കാർ ഒരു കാരണവുമില്ലാതെ 101 പാരഗ്രാഫുകൾ ഒഴിവാക്കിയിരുന്നു. കമ്മീഷൻ ഈ റിപ്പോർട്ട് പൂർണ്ണമായി വായിച്ച ശേഷമാണ് അതിൽ 33 പാരഗ്രാഫുകൾ മാത്രമാണ് പ്രശ്നമുള്ളതായി കണ്ടത്. പക്ഷേ സർക്കാരിൻ്റെ വായനയിൽ അതൊരു 101 പാരഗ്രാഫുകളായി കണ്ടതോടുകൂടി ഞങ്ങൾ പറഞ്ഞു ഈ 11 + 101 പാരഗ്രാഫുകൾ, ഏകദേശം 112ഓളം പാരഗ്രാഫുകൾ കമ്മീഷൻ ഒന്നും കൂടെ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ശേഷമാണ് കമ്മീഷൻ വീണ്ടും ഈ പെൻഡ്രൈവും CD അടക്കമുള്ള വിവരങ്ങൾ വീണ്ടും സർക്കാരിനോട് പൂർണ്ണമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കമ്മീഷന് ഹാജരാക്കണമെന്നും. ആദ്യഘട്ടത്തിൽ സർക്കാർ ഈ റിപ്പോർട്ട് പോലും കമ്മീഷന് നൽകാൻ തയ്യാറായിരുന്നില്ല. സർക്കാർ ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളത് കൊടുത്തു, ഞങ്ങളത് കമ്മീഷൻ പറഞ്ഞപ്പോൾ കൊടുത്തു. അല്ല, അങ്ങനെയല്ല. കമ്മീഷൻ ഇതൊരു ജുഡീഷ്യൽ അധികാരത്തോടു കൂടി സർക്കാരിൽ നിന്ന് ഈ റിപ്പോർട്ട് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അത് ഞങ്ങൾക്ക് തന്ന കമ്മീഷൻ്റെ ആ ഒരു റിപ്പോർട്ടിൽ തന്നെ കമ്മീഷൻ ഇത് സർക്കാരിൽ നിന്ന് പിടിച്ചു എടുക്കുകയായിരുന്നു. അതിനുശേഷം കമ്മീഷനെ ഇവർ CD പെൻഡ്രൈവുകളും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഹിയറിങ്ങിൽ കമ്മീഷൻ പറഞ്ഞത് നമുക്ക് പെൻഡ്രൈവും CD അടങ്ങിയ സമ്പൂർണ്ണ റിപ്പോർട്ട് എന്താണോ നിങ്ങൾ പോലീസിന് കൊടുത്തത് ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് തരണമെന്ന് വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പരിശോധിച്ച ശേഷം ഇന്ന് ഒരു ഉത്തരവുണ്ടാകും എന്ന് ഞങ്ങളെ അറിയിച്ചത്. അതിലിനി എത്ര പാരഗ്രാഫുകളാണ് തരാൻ ഉദ്ദേശിക്കുന്നതെന്നോ എന്തൊക്കെ വിവരങ്ങളാണ് തരാനെന്നൊന്നും അറിയില്ല. അല്ല, അത് അവർ പറയുന്നത് ഈ 11 പാരഗ്രാഫുകൾ ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് മുൻകൂട്ടി തീരുമാനിച്ചതാണ്. പക്ഷേ അത് ഞങ്ങളെ അറിയിക്കുന്നതിൽ ഒരു ഉദ്യോഗസ്ഥ പിഴവുണ്ടായി, അതിൽ മാപ്പ് അപേക്ഷിക്കാമെന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ കമ്മീഷൻ ആ ഒരു മാപ്പപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. ശരി, ഇതിൽ ഈ പരാതി നൽകി, അതായത് ഇത് ഈ പേജുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷന് മുൻപിലേക്ക് പോയ ഒരു അവകാശം നൽകിയ വ്യക്തിയാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കുകയായിരുന്നു. സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം പറയുന്നത് വിവരാവകാശ കമ്മീഷൻ പറയാത്ത ഭാഗങ്ങളാണ് ഈ 49 മുതൽ 53 വരെയുള്ളത്. അത് സർക്കാർ മറച്ചു വയ്ക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 33 പാരഗ്രാഫുകൾ ഒഴിവാക്കാനാണ്
വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു. പക്ഷേ സർക്കാർ ഈ പറയുന്ന 49 മുതൽ 53 വരെയുള്ള പേജുകളിലെ പാരഗ്രാഫുകൾ കൂടി അതിൻ്റെ ഭാഗമാക്കുകയായിരുന്നു, ഒഴിവാക്കാനുള്ള ഇടത്തിൻ്റെ ഭാഗമാക്കുകയായിരുന്നു എന്ന വിമർശനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കമ്മീഷൻ പിടിച്ചു വാങ്ങുകയായിരുന്നു സർക്കാരിൽ നിന്ന് ഈ പറയുന്ന ഭാഗങ്ങൾ എന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗമാണ്. നേരത്തെ മന്ത്രി പക്ഷേ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതും നമ്മൾ രാവിലെ കണ്ടതാണ്. ഇപ്പോൾ മാനസ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. മാനസ, ഇന്നിപ്പോൾ ഇത് പുറത്തുവിടുന്നതിനുള്ള ഉത്തരവ് ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുറത്തുവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 49 മുതൽ 53 വരെയുള്ള ഭാഗങ്ങൾ, പേജുകൾ പുറത്തുവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൂടി കമ്മീഷന് മുൻപിലേക്ക് ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ തീരുമാനം മാറ്റിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഉത്തരവ് കൈമാറും എന്ന തീരുമാനമായിരുന്നു വിവരാവകാശ കമ്മീഷൻ എടുത്തിരുന്നത്. എന്നാൽ അതിനെതിരെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. എന്താണ് പരാതി, ആരാണ് പരാതി കൊടുത്തതെന്നും അറിയില്ല. പക്ഷേ ഇന്ന് ഉത്തരവ് കൈമാറാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കമ്മീഷൻ്റെ അകത്തു നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും അല്പസമയം മുൻപ് വന്ന പ്രതികരണം എന്ന് പറയുന്നത് ഈ അപ്പീലുമായി സമർപ്പിച്ച ഒരു മാധ്യമ പ്രവർത്തകന്റെ പ്രതികരണമാണ്. ഇത്തരത്തിൽ ഉത്തരവ് ഇന്ന് കൈമാറില്ലെന്നാണ് തങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല ഒരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് പരാതി, ആരാണ് പരാതി നൽകിയത് എന്നതൊന്നും തന്നെ ഇവരോട് ആരോടും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി എപ്പോഴായിരിക്കും ഉത്തരവ് കൈമാറുക എന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ഈ ഒരു പരാതി ലഭിച്ച സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, ഈ 49 മുതൽ 53 വരെയുള്ള പേജുകൾ ഇത്തരത്തിൽ സ്വകാര്യതയെ മാനിക്കുന്ന പേജുകളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരാതികളൊക്കെയും വന്നിട്ടുണ്ട്. ഈ ഒരു നീക്കം ചെയ്ത ഭാഗങ്ങളൊക്കെയും സ്വകാര്യതയെ മാനിച്ചുകൊണ്ടുള്ള ഭാഗങ്ങളാണ് എന്ന് സർക്കാരും വിശദീകരിച്ചതാണ്. ഈ കാര്യത്തിൽ കോടതിയുടെയൊക്കെ നിലപാട് എന്താണ്, അവർ പറയുന്നതനുസരിച്ച് സർക്കാർ നീങ്ങുമെന്ന ഉറപ്പും സർക്കാർ നൽകിയിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായാണ് ഈ തുടർ നടപടികൾ ഉണ്ടായത്. ഏതായാലും ഇന്ന് ഉത്തരവ് കൈമാറും എന്ന തീരുമാനമായിരുന്നു രാവിലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി വന്നിരുന്നതെങ്കിൽ അല്പസമയം ഒരു പുതിയ പരാതി ലഭിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് തീരുമാനം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉത്തരവ് കൈമാറില്ല. അതുകൊണ്ട് തന്നെ ഈ നീക്കം ചെയ്ത ഭാഗങ്ങൾ ഒരുപക്ഷെ ഇത്തരത്തിൽ സ്വകാര്യതയെ മാനിക്കുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ മൊഴി നൽകിയ വ്യക്തിയായിരിക്കാം പരാതി നൽകിയിട്ടുണ്ടാവുക. അവിടെ പ്രശ്നം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് മാനസ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ആ അപ്പീൽ നൽകിയ മാധ്യമ പ്രവർത്തകൻ, പരാതിക്കാരൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അതായത് ഇതിൽ അങ്ങനെ ഈ 49 മുതൽ 53 വരെയുള്ള പേജുകളിൽ അങ്ങനെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല എന്ന ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഒരു പരാതി വരികയാണ്, ഇത് പുറത്തുവിടരുത്, ഈ പേജുകൾ പുറത്തുവിടരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി വരുന്നു. സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ലെങ്കിൽ അവിടെ അത്തരത്തിലൊരു പരാതി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വകാര്യതയെ ഹനിക്കുന്ന ഏതൊക്കെയോ തരത്തിലുള്ള പരാമർശങ്ങൾ ഈ പറയുന്ന പേജുകളിൽ ഉണ്ട് എന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പരാതി വന്നിരിക്കുന്നത്. അപ്പോൾ ആ മാധ്യമപ്രവർത്തകൻ പറയുന്നതിൽ കുറച്ച് പിശകുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം മനസ്സിലാക്കിയെടുത്തേക്കുന്നതിൽ. തീർച്ചയായും മനു, ഇത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇത്തരത്തിലൊരു പരാതി പോകണമെങ്കിൽ തീർച്ചയായും ഈ നീക്കം ചെയ്ത ഭാഗങ്ങളിൽ ആരുടെയെങ്കിലും സ്വകാര്യതയെ മാനിക്കുന്ന കണ്ടന്റുകൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തരത്തിൽ ഒരു പരാതി ഉണ്ടാവുക. മാത്രമല്ല ഇത്രയും നീക്കം ചെയ്ത ഭാഗങ്ങളിൽ അത് ഇല്ല എന്ന് ഉറപ്പ് പറയണമെങ്കിൽ ആ ഭാഗങ്ങൾ നേരത്തെ പുറത്തു വന്നിരിക്കണം. അത് കാണാതെ എന്തുകൊണ്ടാണ്, എന്തടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ കൂടിയും ഇത്തരത്തിൽ ഒരു പരാതി ലഭിച്ച അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായും പറയാനുള്ള അല്ലെങ്കിൽ വ്യക്തമാകുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നീക്കം ചെയ്ത ഭാഗങ്ങളിൽ മൊഴി നൽകിയവരുടെ, പരാതിക്കാരുടെ സ്വകാര്യതയെ മാനിക്കുന്ന വിഷയങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ വീണ്ടും ഒരു പരാതി പോയിട്ടുണ്ടാവുക. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഉത്തരവ് കൈമാറുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടാവുക. ഇനി ഒരു പക്ഷേ ഈ പരാതി കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനവുമായി മുന്നോട്ട് പോവുക കമ്മീഷൻ എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നീക്കം ചെയ്ത 5 പേജുകൾ ഇന്ന് പുറത്തുവിടാനുള്ള ഉത്തരവ് ഇറങ്ങുമെന്ന കാര്യം അറിയിച്ചത്. എന്നാൽ ഇന്ന് പുറത്തുവിടില്ല എന്ന് തന്നെയാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലഭിച്ച പരാതി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മനു, തീർച്ചയായും ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ വലിയ വാർത്തകളും വിവാദങ്ങളും ഒക്കെ നമുക്കറിയാം. ഇവിടെ മാധ്യമങ്ങൾ ചെയ്തത്, പ്രതിപക്ഷം ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട് ഈ കമ്മിറ്റിയെ നിയോഗിച്ച, ഈ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി, റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി കമ്മിറ്റിയെ നിയോഗിച്ചത് ഇതേ സർക്കാരാണ്. അപ്പോൾ ആ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടതാണ് വിവരാവകാശ കമ്മീഷണർ തന്നെ കോഴിക്കോട് ഒരു ചടങ്ങിൽ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതിലും പുറത്തുവിട്ടതിലും പൂർണ്ണമായ ഉത്തരവാദിത്വം അത് വിവരാവകാശ കമ്മീഷന് തന്നെയാണെന്ന് ഇൻഫർമേഷൻ കമ്മീഷണർ തന്നെ ഒരു ചടങ്ങിൽ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അത് പബ്ലിക് ഡൊമൈനിൽ ഉണ്ട് താനും.
ഇത്രയും പേജുകൾ പുറത്തുവിട്ട സർക്കാരിനെ സംബന്ധിച്ച് ഒരു 4 പേജ് മാറ്റിവെക്കേണ്ട കാര്യമുണ്ടോ എന്നതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ലെങ്കിൽ അത് നീക്കിവെക്കേണ്ട ആവശ്യം സർക്കാരിനുണ്ട് എന്ന് ഇത്രയും കാലത്തെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആ രീതിയിൽ സർക്കാരിനെതിരെ വാർത്ത തിരിക്കാനുള്ള വലിയ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്നിപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. കമ്മീഷൻ പറയുന്നത് ഇന്ന് ഈ ഉത്തരവുണ്ടാകില്ല, അതായത് ഈ 49 മുതൽ 53 വരെയുള്ള പേജുകൾ പുറത്തുവിടുന്നതിൽ ഇന്ന് ഉത്തരവുണ്ടാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്. പക്ഷേ അത് ആരാണ് പരാതി നൽകിയിരിക്കുന്നത്, എന്താണ് ആ പരാതിയിൽ പറയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ അത്തരത്തിലൊരു പരാതി ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇന്നത് പുറത്തു വിടില്ല. ആ പരാതിയിൽ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും അത് ഇനി അതിൻ്റെ ബാക്കിയുള്ള തുടർ നടപടികൾ ഏത് വിധത്തിലാണ് എന്നത് പുറത്തേക്ക് വരിക. 49 മുതൽ 53 വരെയാണ് ആ പേജ് എന്ന് പറയുന്നത്. മാനസ, നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വരുന്ന പ്രശ്നം ഈ LDF സർക്കാർ തന്നെയാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ച് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. അതേ സർക്കാർ തന്നെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്. ഒപ്പം തന്നെ ഇപ്പോൾ നേരത്തെ വിവരാവകാശ കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നതിൻ്റെയും പിന്നീട് അത് വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്നതിൻ്റെയും ഉത്തരവാദിത്വം അത് വിവരാവകാശ കമ്മീഷണർ തന്നെയാണെന്ന് വിവരാവകാശ കമ്മീഷണർ തന്നെ പരസ്യമായി പറഞ്ഞതാണ്. അത് പബ്ലിക് ഡൊമൈനിൽ ഉണ്ട് താനും. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ സർക്കാരിനെതിരെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്? അത് ഒരു ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഫലമായിട്ട് വേണ്ടേ നമ്മൾ കാണാൻ? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ചിലരുടെ, അതായത് തീർച്ചയായും പ്രതിപക്ഷത്തിൻ്റെ ഉൾപ്പെടെയുള്ള ആസൂത്രിത ശ്രമം തന്നെയാണ് ഇതിൽ നമ്മൾ കാണേണ്ടത്. കാരണം സർക്കാർ എന്നും സ്ത്രീപക്ഷത്തോടായിരുന്നു. ഒപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച എല്ലാ വിഷയങ്ങളിലും സർക്കാർ സ്ത്രീപക്ഷ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ മൊഴി നൽകിയ ആളുകളുടെ സ്വകാര്യതയെ മാനിക്കുന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്ന കാര്യം ഉൾപ്പെടെ ജസ്റ്റിസ് ഹേമ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുക്കിയത്. ഒപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഈ പരാതി നൽകിയ ആളുകൾ അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ ഇത് വിവാദമായി ചർച്ചയായി. ശേഷം മനഃപൂർവ്വമാണ് ഇത്തരത്തിൽ ഭാഗങ്ങൾ നീക്കം ചെയ്തത്. സർക്കാരിന് മേൽ തന്നെ അടിച്ചേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവിധ തെറ്റുകളും സർക്കാരിന് മേൽ തന്നെ അടിച്ചേൽപ്പിക്കുന്ന ഒരു മനോഭാവം തന്നെയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വീണ്ടും ഈ ഒരു രീതിയിലേക്ക് തന്നെ ഈ സർക്കാരിന് മേൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നെന്തായാലും ഇന്നത്തെ അതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഇന്ന് അതിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് 49 മുതൽ 53 വരെയുള്ള പേജുകൾ പുറത്തുവിടുന്നതിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഇന്നുണ്ടാകില്ല എന്നതാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒരു വ്യക്തി പരാതി നൽകിയിരിക്കുകയാണ് ഇത് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ആരാണെന്ന് നമുക്കറിയില്ല, എന്താണ് പരാതിയിൽ പറയുന്നതെന്നും അറിയില്ല. പക്ഷേ അത്തരത്തിലൊരു പരാതി വന്നിരിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവിടില്ല എന്ന് വിവരങ്ങളാണ് മാനസ് നൽകിയത്.